അവനി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഒരുപക്ഷെ PV അൻവർ കൂടെയുള്ളത് ഒരു ശുഭസൂചനയായി തന്നെയാണ് UDF ആദ്യഘട്ടത്തിൽ കണ്ടതെങ്കിൽ ഇപ്പോൾ അത് UDFന് തന്നെ തലവേദനയാകുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കഴിഞ്ഞ ദിവസം ഈ ആര്യാടൻ ഷൗക്കത്ത് തന്നെയാകും സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിനാണ് മുൻതൂക്കം എന്ന നിലയിൽ റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സമ്മർദ്ദതന്ത്രവുമായി PV അൻവർ രംഗത്തെത്തിയിരിക്കുന്നത്. കൃത്യമായി തന്റെ നിലപാട് കോൺഗ്രസിനെയും UDFനെയും അറിയിച്ചിട്ടുണ്ട്. അതിലൊരു തീരുമാനം താൻ പറഞ്ഞ നിലപാടിന് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഇടഞ്ഞു തന്നെ നിൽക്കും എന്നുള്ള സൂചന. അതായത് ഒരുപക്ഷെ ആര്യാടൻ ഷൗക്കത്ത് കോൺഗ്രസിന് വേണ്ടി UDFന് വേണ്ടി മത്സരിക്കുകയാണെങ്കിൽ അവിടെ താൻ മത്സരിച്ചേക്കും എന്നുള്ള സൂചന തന്നെയാണ് PV അൻവർ ഏറ്റവും ഒടുവിൽ നൽകുന്നത്. ഈ ഘട്ടത്തിൽ നമുക്ക് ആ രീതിയിൽ വേണം മനസ്സിലാക്കാൻ. എന്തായാലും പരമ്പരാഗതമായി പരിശോധിക്കുകയാണെങ്കിൽ UDFന്റെ ശക്തി കേന്ദ്രം തന്നെയാണ് നിലമ്പൂർ. 1967 കുഞ്ഞാലിയും 1982 TK ഹംസയും ജയിച്ചതൊഴിച്ചാൽ നിലമ്പൂർ എക്കാലവും UDFന് അനുകൂലമായ മണ്ഡലം തന്നെയായിരുന്നു. ഒരു തവണ ഇടതിനൊപ്പം നിന്ന് ആര്യാടൻ മുഹമ്മദും ജയിച്ചു എന്നുള്ളതാണ്. പിന്നീട് കോൺഗ്രസ് ചിഹ്നത്തിൽ മത്സരിച്ച ആര്യാടൻ ഒഴിയും വരെയും നിലമ്പൂര് കോൺഗ്രസ് പതാക താഴ്ന്നില്ല എന്നുകൂടി നമുക്ക് ഈ ഘട്ടത്തിൽ പറഞ്ഞു വെക്കാം. പക്ഷേ അവിടെ അതിൽ ഒരു മാറ്റം വന്നത് 2016 PV അൻവർ മത്സരിച്ചപ്പോഴാണ്. PV അൻവർ അവിടെ നിലമ്പൂരിൽ എത്തിയതോടുകൂടിയാണ് അത് ഇടതിനൊപ്പം നിൽക്കുന്നത്. അതായത് ഇടത് സ്വതന്ത്രനായി നിൽക്കുമ്പോൾ അവിടെ ചെങ്കൊടി പാറിച്ചതും PV അൻവർ തന്നെയാണ്. പിന്നീട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഉപതെരഞ്ഞെടുപ്പ് വരുന്നതും PV അൻവർ ആ സ്ഥാനം ഒഴിഞ്ഞതോടുകൂടിയാണ്. അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത് PV അൻവർ ഇടതിനൊപ്പം ഇല്ല എന്നുള്ളതാണ്. അവിടെ UDFന് ഒരുപക്ഷെ ഇത് ഈസി വാക്ക് ഓവർ ആണ് എന്നതാണ് അവർ വിചാരിച്ചിരുന്നത്, പ്രത്യേകിച്ച് ഈ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ. പക്ഷെ കാര്യങ്ങളൊക്കെ മാറി മറിയുന്നു. PV അൻവർ ആർക്കൊപ്പം എന്നുള്ള ചോദ്യത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു. അവിടെ 2016 PV അൻവർ വരുമ്പോൾ അവിടെ പരാജയപ്പെട്ടത് ആര്യാടൻ ഷൗക്കത്താണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. 2 തവണ അവിടെ വിജയിക്കാൻ അൻവറിന് കഴിഞ്ഞത് അത് രാഷ്ട്രീയ വോട്ടുകൾക്കപ്പുറമുള്ള വ്യക്തിബന്ധങ്ങൾ കൂടിയാണ്. ആ വ്യക്തിബന്ധങ്ങൾ ഇത്തവണ തങ്ങൾക്ക് അനുകൂലമാകുമെന്നുള്ള പ്രതീക്ഷയാണ് UDFന് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ അൻവർ ഇടഞ്ഞു നിൽക്കുന്നത് എത്രത്തോളം UDFനെ ബാധിക്കുമെന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. ആര്യാടൻ ഷൗക്കത്തിനെ മത്സരിപ്പിച്ചാൽ അൻവറിന്റെ ഭാഗത്ത് നിന്ന് ഏത് രീതിയിലുള്ള ഒരു നിലപാടുണ്ടാകും എന്നുള്ളത് കോൺഗ്രസിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതുമായി ബന്ധപ്പെട്ട ഉന്നതതല യോഗങ്ങളൊക്കെ കോൺഗ്രസിൽ നടക്കുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. എന്തായാലും 2016 11,504 വോട്ടിനാണ് അൻവർ അന്ന് മണ്ഡലം പിടിച്ചത് CPMന് വേണ്ടി. പക്ഷെ അത് 2021 ആയപ്പോൾ VV പ്രകാശിനെതിരെ കഷ്ടിച്ച് കടന്നുകൂടുകയായിരുന്നു അൻവർ. ഭൂരിപക്ഷം 2700 ചുരുങ്ങി. അതായത് ഏതാണ്ട് 9,000 വോട്ട് കുറയ്ക്കാൻ അന്ന് ഈ VV പ്രകാശിനായി എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആര്യാടൻ ഷൗക്കത്തിനെ രംഗത്തിറക്കാൻ കോൺഗ്രസ് ആലോചിക്കുമ്പോൾ ഈ VV പ്രകാശിന്റെ മകൾ തന്നെ രംഗത്തെത്തുന്നു ഇതിനെതിരെ എന്നുള്ളത് കൂടി കോൺഗ്രസ് പരിശോധിക്കുമെന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. നമുക്കറിയാവുന്ന പോലെ തന്നെ മലപ്പുറത്തിന്റെ മുൻ DCC പ്രസിഡന്റാണ് VV പ്രകാശ്. അദ്ദേഹം മരണമടഞ്ഞു. എന്തായാലും ആ കാര്യത്തിൽ ഇപ്പോൾ VV പ്രകാശിന്റെ കുടുംബം കൂടി ആര്യാടൻ ഷൗക്കത്തിനെതിരെ രംഗത്ത് വരുന്നത് കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ ആര്യാടൻ ഷൗക്കത്തിന് പ്രതികൂലമായി കുറേയധികം സാഹചര്യങ്ങൾ നിൽക്കുന്നു. പക്ഷേ ഈ PV അൻവറിന്റെ സാന്നിധ്യം അത് കോൺഗ്രസ് എങ്ങനെ കാണുന്നു, UDF എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടത്. കാരണം പ്രതിപക്ഷ നേതാവിന്റെയും KPC പ്രസിഡന്റിന്റെയും ഒക്കെ നിലപാട് നിർണായകമാകും. കൊച്ചിയിൽ ഇത് സംബന്ധിച്ച് നിർണായക യോഗങ്ങൾ നടക്കുകയാണ്. ആ യോഗങ്ങൾക്ക് ശേഷമായിരിക്കും ഇതിലൊരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുക. VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കുമോ, ആര്യാടൻ ഷൗക്കത്തിനാണോ സ്ഥാനാർത്ഥിത്വം നൽകുക എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരാൻ ഒരുപക്ഷെ ഇനി മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വരും. എന്തായാലും UDF സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചതിന് ശേഷം മതി സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്നുള്ളതാണ് നിലവിൽ LDFന്റെ തീരുമാനം. ഈ ഘട്ടത്തിൽ നമ്മൾ അങ്ങനെ വേണം മനസ്സിലാക്കാൻ. പാർട്ടി സ്ഥാനാർത്ഥിയായാൽ അവിടെ M സ്വരാജിനാണ് മുൻഗണന CPM നൽകുന്നത്, അല്ലെങ്കിൽ P ഷബീർ, അത് DYFയുടെ ജില്ലാ പ്രസിഡന്റാണ് P ഷബീർ. മാട്ടുമൽ സലീം നിലമ്പൂർ മുനിസിപ്പാലിറ്റി ചെയർമാനാണ്. VP സാനു SFIയുടെ ദേശീയ പ്രസിഡന്റാണ്. ഇങ്ങനെ 4 പേരുകളാണ് പാർട്ടി സ്ഥാനാർത്ഥിയായാൽ CPM പരിഗണിക്കുന്നത്. ഇടത് സ്വതന്ത്രനാണെങ്കിൽ അത് ഷെറോണ റോയ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. M തോമസ് മാത്യു മുൻ കോൺഗ്രസ് നേതാവാണ്. U ഷറഫ് അലി സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റാണ്. ഡോക്ടർ ഷിനാസ് ബാബു നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ടാണ്. അങ്ങനെ കൃത്യമായൊരു ലിസ്റ്റ് അത് LDF തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആരാണോ UDFന്റെ സ്ഥാനാർത്ഥി, UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുന്നതോടുകൂടി PV അൻവറിന്റെ നിലപാടും വ്യക്തമാകും. അതിനുശേഷം മതി തങ്ങളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്നുള്ളതാണ് LDFന്റെയും തീരുമാനം. അവിടെ കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ പ്രകടിപ്പിച്ചൊരു ആത്മവിശ്വാസം അതിന് കോട്ടം തട്ടിയിട്ടുണ്ടോ എന്നുള്ളത് വേണം നമ്മൾ ഈ ഘട്ടത്തിൽ നോക്കിക്കാണാൻ. കാരണം നേതൃയോഗങ്ങൾ ചേരുമ്പോഴടക്കം PV അൻവർ കൃത്യമായി ഒരു നിലപാട് അത് നേരത്തെ സ്വീകരിച്ചിരുന്നു. നേരത്തെ ആവണി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിഷയത്തിൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ തുടക്കത്തിൽ ചർച്ചകൾ
ചർച്ചകൾ ഉണ്ടായപ്പോൾ UDF-നൊപ്പം നിൽക്കും, ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും UDF-ന്റെ തീരുമാനത്തിനൊപ്പം നിൽക്കും എന്നുള്ളതായിരുന്നു PV അൻവർ സ്വീകരിച്ച നിലപാട്. തുടക്കത്തിൽ ആര്യാടൻ ഷൗക്കത്തുമായി അല്ലെങ്കിൽ ആ രീതിയിൽ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കരുത് എന്നുള്ള തരത്തിൽ വാർത്തകൾ വന്നത്. പക്ഷെ പിന്നീട് നിലപാട് മയപ്പെടുത്തി ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും ഈ രീതിയിൽ താൻ പിന്തുണയ്ക്കും എന്നുള്ളതാണ് PV അൻവർ പറഞ്ഞു വെച്ചത്. അതിനുശേഷം ഇന്നലെ വരെയും ആ രീതിയിൽ തന്നെയായിരുന്നു പ്രതികരണങ്ങൾ. പക്ഷെ ഇന്നലെ രാത്രിയോടുകൂടി ഏതാണ്ട് ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയാകുമെന്ന തീരുമാനമായതോടുകൂടി, പ്രഖ്യാപനം വന്നില്ല എങ്കിൽ പോലും പാർട്ടി തലങ്ങളിൽ ആ രീതിയിൽ ഉള്ള സൂചനകൾ വന്നതോടുകൂടിയാണ് ഇന്ന് നിലപാട് കടുപ്പിച്ച് PV അൻവർ രംഗത്തെത്തിയിരിക്കുന്നത്. ഇനി എന്തായാലും തീരുമാനം അറിയേണ്ടത് കോൺഗ്രസ് നേതൃത്വത്തിന്റെയാണ്. അല്പസമയത്തിനകം നേതാക്കൾ മാധ്യമങ്ങളെ കാണുമെന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. ആവണി, ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.